ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഡിസ്കസ് ചെയ്യുക. ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് മാത്രമല്ല, ഞാൻ മിനിങ്ങാന്ന് അതുപോലെ കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ന്യൂസും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ന്യൂസിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ന്യൂസ്: ഗവൺമെൻറ് റിവൈസസ് പ്രീമിയം ടു 436 ഫോർ ഫ്ലാഗ്ഷിപ്പ് ഇൻഷുറൻസ് സ്കീംസ് PMJJBY, PMSBY. അപ്പോൾ ഈ രണ്ട് യോജന പ്രകാരം ഗവൺമെൻറ് പ്രീമിയം റിവൈസ് ചെയ്തിരിക്കുകയാണ്. 436 മാറ്റിയിരിക്കുകയാണ്. സോ 330 അത് 436 രൂപയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ദ ഗവൺമെൻറ് ഹാസ് റിവൈസ്ഡ് ദ പ്രീമിയം റേറ്റ്സ് ഓഫ് ഇറ്റ്സ് 2 ഫ്ലാഗ്ഷിപ്പ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, അതാണ് PMJJBY, ആൻഡ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, PMSBY. Premium rates for PMJJBY has revised to 436 from earlier 330 rupees per annum. അപ്പോൾ PMJJBYയുടെ സ്കീമിലുള്ള യോജനയുടെ പ്രീമിയമാണ് 330 രൂപയിൽ നിന്നും 436 രൂപയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതേപോലെ PMSBY യോജന പ്രകാരമുള്ള ഇതിൻ്റെ പ്രീമിയമാണ് 20 രൂപ. അത് 12 ഇപ്പം നിലവിൽ 12, അത് 20ലേക്കും മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് റിവൈസ് ചെയ്തിരിക്കുകയാണ്. ഫ്ലാഗ്ഷിപ്പ് ഇൻഷുറൻസ് സ്കീംസായ PMJJBYയും അതേപോലെ PMSBYയുടെയും പ്രീമിയം റേറ്റ് അല്ല, പ്രീമിയം തുക. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇസ്രായേൽ വിൻസ് ഫസ്റ്റ് അറബ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് UAE. അപ്പോൾ ഇസ്രായേൽ ഫസ്റ്റ് അറബ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, UAEയുമായിട്ടുള്ള ഫസ്റ്റ് അറബ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് പോസ് ചെയ്തിട്ട് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഹോം മിനിസ്റ്റർ അമിത് ഷാ ഇനോഗ്രേറ്റ്സ് ന്യൂ ബിൽഡിംഗ് ഓഫ് നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ന്യൂഡൽഹി. അപ്പോൾ ഹോം മിനിസ്റ്റർ അമിത് ഷാ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ന്യൂ ബിൽഡിംഗ് ഓഫ് നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ന്യൂഡൽഹി. അപ്പോൾ നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ന്യൂഡൽഹിയിൽ നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്തിരിക്കുകയാണ് അമിത് ഷാ. Home Minister Amit Shah has said that the National Tribal Research Institute will play a crucial role in tribal development. Inaugurating the newly built National Tribal Research Institute at India Institute of Public Administration campus in New Delhi. It is being established at a cost of 10 crore rupees. 10 കോടി രൂപയിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഡിഫൻസ് മിനിസ്റ്റർ ഇനോഗ്രേറ്റ്സ് എ 3-day 39th കമാൻഡേഴ്സ് കോൺഫറൻസ് ഓഫ് ICG. അപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ 3-day 39th കമാൻഡേഴ്സ് കോൺഫറൻസ് ഓഫ് ICG ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇനോഗ്രേറ്റഡ് എ 3-day 39th കമാൻഡേഴ്സ് കോൺഫറൻസ് ഓഫ് ദ ഇന്ത്യ കോസ്റ്റ് ഗാർഡ് ഇൻ ന്യൂഡൽഹി. ഇന്ത്യ കോസ്റ്റ് ഗാർഡിൻ്റെ 39th കമാൻഡേഴ്സ് കോൺഫറൻസ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്. പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്ന 2 പോയിൻറ്റ്സ്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ബാങ്ക് കട്ട്സ് ഇന്ത്യാസ് എക്കണോമിക് ഗ്രോത്ത് ഫോർകാസ്റ്റ് ടു 7.5% ഫോർ ഫിനാൻഷ്യൽ ഇയർ 23. അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 7.5%ലേക്ക് ചുരുക്കിയിരിക്കുകയാണ് വേൾഡ് ബാങ്ക്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ച് നോക്കാം. ദ വേൾഡ് ബാങ്ക് കട്ട്സ് ഇന്ത്യാസ് എക്കണോമിക് ഗ്രോത്ത് ഫോർകാസ്റ്റ് ഫോർ ദ കറണ്ട് ഫിസ്ക്കൽ ടു 7.5% ആസ് എ റൈസിംഗ് ഇൻഫ്ലേഷൻ, സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ടാപ്പർ റിക്കവറി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ റിക്കവറിയെ ടാപ്പർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ഗ്രോത്ത് ഫോർകാസ്റ്റ് 7.5%ലേക്ക് വെട്ടിച്ചുരുക്കിയത്. പിന്നെ ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ദാറ്റ് വേൾഡ് ബാങ്ക് ഹാസ് റിവൈസ്ഡ് ഇറ്റ്സ് GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ഫോർ ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഇത് 2ാമത്തെ തവണയാണ് വേൾഡ് ബാങ്ക് മാറ്റുന്നത്. ദ GDP ഗ്രോത്ത് കമ്പയർസ് ടു ആൻ 8.7% എക്സ്പാൻഷൻ ഇൻ ദ പ്രീവിയസ് 2021-22 ഫിസ്ക്കൽ.
അപ്പോൾ ഈ 2021-22 ഇയറിൽ ഇന്ത്യയുടെ ഗ്രോത്ത് ഉണ്ടായിരുന്നത് 8.7% ആണ്. നെക്സ്റ്റ് ന്യൂസ്, ജൂൺ 8 അതായത് വേൾഡ് ഓഷ്യൻസ് ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്, ജൂൺ 8. അപ്പോൾ അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. വേൾഡ് ഓഷ്യൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആനുവലി ഓൺ 8th June ടു റിമൈൻഡ് us of the important role of oceans in sustaining our livelihoods and the necessity to prevent them from destruction. According to the United Nations, oceans are the lungs of our planet and a major source of food and medicine and a critical part of biosphere. അപ്പോൾ മെഡിസിൻ്റെ ഭാഗമാണ്, അതേപോലെ ലങ്സ് ഓഫ് അവർ പ്ലാനറ്റ്, നമ്മുടെ എർത്തിൻ്റെ ലങ്സ്, ശ്വാസകോശം എന്നാണ് ഓഷ്യൻസിനെ അറിയപ്പെടുന്നത്. അത് ഓഷ്യൻസിൽ നിന്ന് നമുക്ക് ഫുഡ് സോഴ്സാണ്, ഫുഡിൻ്റെ ഒരു മെയിൻ സോഴ്സാണ്. പിന്നെ അതേപോലെ തന്നെ മെഡിസിൻ്റെ ഒരു മികച്ചൊരു സോഴ്സാണ് ഈ ഓഷ്യൻസ്. അപ്പോൾ ഈ വർഷത്തെ തീം, യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഓഷ്യൻസ് ഡേയുടെ തീമാണ് റീവൈറ്റലൈസേഷൻ, കളക്റ്റീവ് ആക്ഷൻ ഫോർ ദ ഓഷ്യൻ. 2022 ഈ വർഷത്തെ തീമാണ് റീവൈറ്റലൈസേഷൻ, കളക്റ്റീവ് ആക്ഷൻ ഫോർ ദ ഓഷ്യൻ. നെക്സ്റ്റ് ന്യൂസ്, ഗവൺമെൻറ് ടു മോണിറ്റൈസ് അസറ്റ്സ് വർത്ത് 75,200 crore ഇൻ കോൾ മൈനിങ് സെക്ടർ ഇൻ ഫിനാൻഷ്യൽ ഇയർ 23. അപ്പോൾ ഗവൺമെൻറ് മോണിറ്റൈസ് ചെയ്യാൻ പോവുകയാണ് അസറ്റ്സ് വർത്ത് 75,200 crore, 75,200 കോടി രൂപയുടെ അസറ്റ്സിനെ മോണിറ്റൈസ് ചെയ്യാൻ പോവുകയാണ് ഇൻ മൈനിങ് സെക്ടർ. അപ്പോൾ മൈനിങ് സെക്ടറിലുള്ള ഇത്രയും വിലപിടിപ്പുള്ള അസറ്റ്സ് മോണിറ്റൈസ് ചെയ്യാൻ പോവുകയാണ് ഗവൺമെൻറ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കാം. ദ ഗവൺമെൻറ് പ്ലാൻസ് ടു മോണിറ്റൈസ് അസറ്റ്സ് വർത്ത് 75,220 crore ഇൻ ദ കോൾ മൈനിങ് സെക്ടർ ഇൻ ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 75,220 കോടി രൂപയുടെ അസറ്റ്സാണ് മോണിറ്റൈസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്. പിന്നെ അതേപോലെ തന്നെ ദ മോണിറ്റൈസേഷൻ ഓഫ് കോൾ ബ്ലോക്സ് ഈസ് ലൈക്ലി ടു ജനറേറ്റ് എ റവന്യൂ ഓഫ് 52,200 crore. അതേപോലെ ഈ മോണിറ്റൈസേഷൻ ഓഫ് കോൾസ് ഒരു റവന്യൂ കൂടി കൊണ്ടുവരാൻ പോവുകയാണ്. 52,200 കോടി രൂപയുടെ റവന്യൂ ആണ് കൊണ്ടുവരാൻ പോകുന്നത്. അതേപോലെ തന്നെ 20,320 കോടി രൂപ ഫ്രം ദ മൈൻ ഡെവലപ്പർ സെക്ടർ. അപ്പോൾ മൈൻ ഡെവലപ്പർ പ്രൊജക്റ്റിൽ നിന്ന് 20,320 കോടി രൂപ, അതേപോലെ ഓപ്പറേറ്റർ മോഡൽ, പിന്നെ 2,000 കോടി രൂപ ഡിസ്കണ്ടിന്യൂഡ് മൈൻസ് ആൻഡ് 700 crore ഫ്രം വാഷറീസ്. 700 കോടി രൂപ ഫ്രം വാഷറീസ് നിന്ന് കിട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ന്യൂസ് ഇതാണ്, ഗവൺമെൻറ് മോണിറ്റൈസ് അസറ്റ്സ് വർത്ത് 75,200 crore ഇൻ കോൾ മൈനിങ് സെക്ടർ ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 23. അടുത്ത വർഷത്തേക്കാണ് 75,220 കോടി രൂപയുടെ അസറ്റ്സ് മോണിറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗവൺമെൻറ്. നെക്സ്റ്റ് ന്യൂസ് RBI റിലേറ്റഡ് ആണ്. RBI റൈസസ് റിപ്പോ റേറ്റ് ബൈ 50 basis point ടു 4.90. റിയൽ GDP ഗ്രോത്ത് ഫിനാൻഷ്യൽ ഇയർ 22-23 ഈസ് റീറ്റെയിൻഡ് അറ്റ് 7.2%. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കാം. ദ 6-member മോണിറ്ററി പോളിസി കമ്മിറ്റി ലെഡ് ബൈ RBI ഗവർണർ ശക്തികാന്ത ദാസ് വോട്ടഡ് യുനാനിമസ്ലി ടു റേസ് റിപ്പോ റേറ്റ് ബൈ 50 basis points ടു 4.9%. അപ്പോൾ 4.9% ആക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് RBI ഗവർണർ ശക്തികാന്ത ദാസ്. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി and marginal standing facility rates are also raised by 50 basis points. Standing deposit facility rate now 4.65% and marginal standing facility rate now 5.15%. അത്രയായിട്ട് മാറ്റാൻ പോവുകയാണ്. സോ RBI റൈസസ് റിപ്പോ റേറ്റ് ബൈ 50 basis points. 50 basis points കൂട്ടിയിട്ട് 4.4 ആയിരുന്നു, അത് 4.9 ആക്കി മാറ്റാൻ പോവുകയാണ് RBI റിപ്പോ റേറ്റിൻ്റെ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അലോക് കുമാർ ചൗധരി അപ്പോയിൻറ്റഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ MD ഫോർ 2 years. ഇനിയുള്ള അടുത്ത 2 വർഷത്തേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അലോക് കുമാർ ചൗധരിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ്റാണിത് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഹി വുഡ് ഹോൾഡ് ദ പൊസിഷൻ ഓഫ് MD ടിൽ ഹിസ് സൂപ്പർ ആനുവേഷൻ ഓൺ June 30th, 2024. June 30th, 2024 വരെ അലോക് കുമാർ ചൗധരി ആയിരിക്കും ഇൻചാർജ്, മാനേജിംഗ് ഡയറക്ടർ. നെക്സ്റ്റ് ന്യൂസ്, സോണി CEO നോബുയൂക്കി ഇഡി
who led brands global growth dies at 84. 84 വയസ്സിൽ അന്തരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? സോണിയുടെ എക്സ് CEO, മുൻ CEO ആയിരുന്ന നോബുയൂക്കി ഇഡി. അദ്ദേഹത്തിൻ്റെ പേരാണ് നോബുയൂക്കി ഇഡി. ഹു ലെഡ് ബ്രാൻഡ്സ് ഗ്ലോബൽ ഗ്രോത്തിനെ ലീഡ് ചെയ്ത ഈ നോബുയൂക്കി ഇഡി അന്തരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോബുയൂക്കി ഇഡി, who led Japan's Sony from 1998 through 2005, steering its growth in the digital and entertainment business, has died. During his 7 years as CEO from 1998, Mr. Eddy made an immense contribution to Sony's evolution as a global company. Tokyo-based Sony is among Japan's stellar brands, having brought the world the Walkman portable music player. അപ്പോൾ വാക്ക്മാൻ കൊണ്ടുവന്നത് ഈ സോണി ബ്രാൻഡ് തന്നെയായിരുന്നു. പോർട്ടബിൾ മ്യൂസിക് പ്ലെയറായ വാക്ക്മാൻ കൊണ്ടുവന്നത് സോണി തന്നെയായിരുന്നു. നെക്സ്റ്റ് ന്യൂസ്, പ്രൈം മിനിസ്റ്റർ മോദി ടു ഇനോഗ്രേറ്റ് ബയോടെക് സ്റ്റാർട്ടപ്പ് എക്സ്പോ 2022 ഇൻ ന്യൂഡൽഹി. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദി ബയോടെക് സ്റ്റാർട്ടപ്പായ എക്സ്പോ 2022 ബയോടെക് സ്റ്റാർട്ടപ്പ് ഇനോഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് 2022 ന്യൂഡൽഹിയിൽ വെച്ച്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. Prime Minister Narendra Modi will inaugurate the Biotech Startup Expo 2022 at Pragati Maidan in New Delhi and address the gathering. അപ്പോൾ ഗാദറിംഗ് അഡ്രസ്സ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. It is being organized by the Department of Biotechnology and Biotechnology Industry Research Assistance Council, BIRAC. അപ്പോൾ ഈ എക്സ്പോയുടെ തീമാണ് ബയോടെക് സ്റ്റാർട്ടപ്പ് ഇന്നോവേറ്റേഴ്സ് ടുവേർഡ്സ് ആത്മനിർഭർ ഭാരത്. ഈ വർഷത്തെ തീം ഫോർ ബയോടെക് സ്റ്റാർട്ടപ്പ് എക്സ്പോയുടെ ഈ വർഷത്തെ തീമാണ് ബയോടെക് സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻസ് ടുവേർഡ്സ് ആത്മനിർഭർ ഭാരത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ശ്രേയസ് ജി ഹോസൂർ ബിക്കംസ് ദ ഫസ്റ്റ് ഇന്ത്യൻ റെയിൽവേസ് ഓഫീസർ ടു കംപ്ലീറ്റ് ദ ഗ്രുവെല്ലിംഗ് അയൺമാൻ ട്രയാത്ലോൺ. അപ്പോൾ ശ്രേയസ് ജി ഹോസൂർ becomes the first Indian Railways officer to complete grueling Ironman triathlon. അപ്പോൾ ശ്രേയസ് ജി ഹോസൂർ ഫസ്റ്റ് ഇന്ത്യൻ റെയിൽവേസ് ഓഫീസർ ആയിരിക്കാണ്. അയൺമാൻ ട്രയാത്ലോൺ കംപ്ലീറ്റ് ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ റെയിൽവേസ് ഓഫീസർ ആയിരിക്കുകയാണ് ശ്രേയസ് ജി ഹോസൂർ. Creating a history of sorts, Shreyas G. Hosur became the first officer from the Indian Railways to complete the grueling Ironman triathlon, considered to be the toughest single-day sports event in the world. അപ്പോൾ ഇത് ലോകത്തിലത്തെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സിംഗിൾ ഡേ സ്പോർട്സ് ഇവൻ്റ് ആയിട്ടാണ് ഇതിനെ പറയുന്നത്, അയൺമാൻ ട്രയാത്ലോൺ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആ മത്സരം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ദ ഇവൻറ്റ് ഇൻക്ലൂഡ്സ് 3.8 കിലോമീറ്റർ ഓഫ് സ്വിമ്മിങ്, അതായത് 3.8 കിലോമീറ്റർ സ്വിമ്മിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 180 കിലോമീറ്റർ സൈക്ലിംഗ് ആണ്. പിന്നെ 42.2 കിലോമീറ്റർ ഓഫ് റണ്ണിങ്. ഇത്രയും ചെയ്താലാണ് അയൺമാൻ കോമ്പറ്റീഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹി കംപ്ലീറ്റഡ് ദ ഇവൻറ്റ് ഇൻ 13 hours and 26 minutes ഇൻ ഹാംബർഗ്, ജർമ്മനി. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തത് 13 മണിക്കൂറും 26 മിനിറ്റും എടുത്തിട്ടാണ് ഈ ഒരു ട്രയാത്ലോൺ ജയിച്ചത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തത്. 13 മണിക്കൂറും 26 മിനിറ്റും. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാംനാഥ് കോവിന്ദ് ഇനോഗ്രേറ്റ്സ് വിസിറ്റേഴ്സ് കോൺഫറൻസ്. അപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാംനാഥ് കോവിന്ദ് വിസിറ്റേഴ്സ് കോൺഫറൻസ് 2022 ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കപ്പോൾ ജസ്റ്റ് വായിച്ച് നോക്കാം. The President of India, Shri Ramnath Kovind, inaugurated the 2-day conference of Vice Chancellors of Central Universities and Directors of Institutions of National Importance at Rashtrapati Bhavan. The President is a visitor of 161 Central Institutes of Higher Education. അപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാംനാഥ് കോവിന്ദ് വിസിറ്റേഴ്സ് കോൺഫറൻസ് 2022 വിസിറ്റേഴ്സ് കോൺഫറൻസ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ന്യൂസ്, യൂണിയൻ ഏവിയേഷൻ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യ ലോഞ്ചസ് നാഷണൽ എയറോസ്പോർട്സ് പോളിസി. അപ്പോൾ യൂണിയൻ ഏവിയേഷൻ മിനിസ്റ്റർ ആയ ജ്യോതിരാദിത്യ സിന്ധ്യ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നാഷണൽ എയറോസ്പോർട്സ് പോളിസി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. യൂണിയൻ ഏവിയേഷൻ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യ ഹാസ് ലോഞ്ച്ഡ് എ നാഷണൽ എയറോസ്പോർട്സ് പോളിസി
which established a 4-tier governance structure to promote 11 disciplines including ballooning, paragliding and aerobatics. അപ്പോൾ ഈ എയറോ സ്പോർട്സ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ട്, അതായത് 11 ഡിസിപ്ലിൻസിനെ, ബലൂണിങ്, പാരാഗ്ലൈഡിങ്, എയറോബാറ്റിക്സ്, അങ്ങനെ ഉള്ള 11, 3 ഉള്ളൂ, അങ്ങനെയുള്ള 11 ഡിസിപ്ലിൻസിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഗവർണൻസ് സ്ട്രക്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാഷണൽ എയറോസ്പോർട്സ് പോളിസി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ദ പോളിസി ഹാസ് ബീൻ മെയ്ഡ് വിത്ത് എ വിഷൻ ഓഫ് മേക്കിംഗ് ഇന്ത്യ വൺ ഓഫ് ദ ടോപ്പ് എയർ സ്പോർട്സ് നേഷൻ ബൈ 2030. അപ്പോൾ 2030 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു വൻ ടോപ്പ് എയർ സ്പോർട്സ് നേഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ് അല്ലെങ്കിൽ പോളിസി, നാഷണൽ എയറോസ്പോർട്സ് പോളിസി ലോഞ്ച് ചെയ്യാനുള്ള കാരണം. നെക്സ്റ്റ് ന്യൂസ്, തമിഴ്നാടു ടോപ്സ് ഇൻ 4th ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ്. അപ്പോൾ തമിഴ്നാടു 4th ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ടോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കാം. തമിഴ്നാടു ടോപ്ഡ് ദ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് ദിസ് ഇയർ, ഫോളോഡ് ബൈ ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ തമിഴ്നാടാണ് ടോപ്പ് പൊസിഷനിൽ വന്നത്. തമിഴ്നാടിനെ തൊട്ട് പുറകെ ഗുജറാത്ത്, അത് കഴിഞ്ഞിട്ട് 3-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് വന്നിരിക്കുന്നത്. എമംഗ് ദ സ്മോളർ സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഗോവയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, അതേപോലെ മണിപ്പൂരും സിക്കിമും 2nd and 3rd പൊസിഷനിലാണ്. പിന്നെ യൂണിയൻ ടെറിട്ടറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ, ഡൽഹി, ചണ്ഡീഗഡ്, ഇതൊക്കെയാണ് ടോപ്പ് 3 പൊസിഷൻസിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ റേറ്റിംഗ് കൊടുക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫസായി, FSSAI ആണ് ഇതിൻ്റെ റേറ്റിംഗ്സ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ റാങ്ക്സ് ലോവസ്റ്റ് ഇൻ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സ് ബൈ US റിസർച്ചേഴ്സ്. അപ്പോൾ ഇന്ത്യ ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കുകയാണ് ഇൻ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സ്. എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഏറ്റവും താഴേക്കിടയിലാണ് ഇന്ത്യ കിടക്കുന്നത് ബൈ US റിസർച്ചേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഏറ്റവും താഴെയാണ്, റാങ്ക്സ് ലോവസ്റ്റ് ഇൻ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സ്. ഗ്ലോബൽ എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സ് നോക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇന്ത്യ സ്കോർഡ് ദ ലോവസ്റ്റ് എമംഗ് 180 കൺട്രീസ് ഇൻ 2022 എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സ് ആൻഡ് അനലൈസിംഗ് ബൈ റിസർച്ചേഴ്സ് ഓഫ് യെയിൽ ആൻഡ് കൊളംബിയ യൂണിവേഴ്സിറ്റി, which provides a data-driven summary of the state of sustainability around the world. The EPI ranks 180 countries on 40 performance indicators including climate change, environmental, public health, biodiversity, among others. സോ ഇന്ത്യ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടാണ് റാങ്ക് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ. ഇന്ത്യ ഏറ്റവും ലോവസ്റ്റ് റാങ്കിലാണ്. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവരി വൺ.